നമസ്കാരം. എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961300031. വർഷം നടക്കുന്ന ബിപിങ്ങാടി വെച്ച് നടക്കുന്ന പുതിയങ്ങാടി നേർച്ച സംബന്ധിച്ച് എല്ലാ ഭക്ഷ്യസുരക്ഷാ സ്റ്റോളുകാരും നിർബന്ധമായിട്ടും ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും സ്റ്റോളുകളിൽ തന്നെ പ്രദർശിപ്പിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ടെമ്പററി സ്റ്റോളായതുകൊണ്ട് അവരെല്ലാവരും തന്നെ ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ എടുത്താൽ മതിയാവും. രജിസ്ട്രേഷൻ എടുക്കുന്നതിനായിട്ട് ഫോട്ടോയും അവരുടെ ID കാർഡുമാണ് നിർബന്ധം. ID കാർഡെന്ന് പറഞ്ഞാൽ ആധാർ കാർഡോ വോട്ടേഴ്സ് ID യോ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ, ഇത് ഏതെങ്കിലും ഒരു ID കാർഡും അവരുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ ആയിട്ട് തൊട്ടടുത്തുള്ള അക്ഷയയിലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തന്നെ അവരുടെ ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കിൽ എത്താൻ പറ്റാത്തവർ അക്ഷയ മുഖാന്തരം ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പരിശോധനയ്ക്ക് വരുന്ന സമയത്ത് രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും സ്റ്റോളുകളിൽ വേണം. അതുപോലെ തന്നെ സ്റ്റോളുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എടുത്തു കൊടുക്കുന്നവർ നിർബന്ധമായിട്ടും കയ്യിൽ ഗ്ലൗസ് വേണം. കാരണം ജിലേബി, അതുപോലെ തന്നെ പാക്ക്, ഈ പേട പോലത്തെ ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്തു കൊടുക്കുന്നവർ കയ്യിൽ കയ്യുറ ഇല്ലാതെ ഡയറക്റ്റ് നമ്മുടെ ബെയർ ഹാൻഡ്സ് കൊണ്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കളിൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ സൂക്ഷ്മരോഗാണുക്കൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കയ്യുറ നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ പൊടിയടിക്കുന്ന രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കരുത്. ചെറിയൊരു മറ നൽകേണ്ടതാണ്. പിന്നെ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾക്ക് തന്നെ വിൽക്കുന്നവർ നല്ല ഭക്ഷ്യവസ്തുക്കളാണെന്ന് ഉറപ്പുള്ളത് മാത്രം വിൽക്കുക. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മുടെ പുതിയങ്ങാടിയിൽ നിന്ന് നമ്മൾ കൃത്രിമ നിറം, അതായത് ഇന്ത്യയിൽ ബാൻ ചെയ്ത റോഡമിൻ B എന്ന് പറയുന്ന കൃത്രിമ നിറം ചേർത്ത ചോക്ക് മിഠായി കണ്ടെത്തിയത്. അപ്പോൾ അത്തരം ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുമ്പോൾ, ചോക്ക് മിഠായി പോലത്തെ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഉൽപ്പാദകരിൽ നിന്ന് തന്നെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ചേരുവകൾ അതിലില്ല എന്ന് ഉറപ്പുവരുത്തിയവ മാത്രം വിൽക്കുക. എല്ലാ പാക്ഡ് ഭക്ഷ്യവസ്തുക്കളിലും എക്സ്പയറി ഡേറ്റും അത് ഉൽപ്പാദിപ്പിച്ച ഡേറ്റും നിർബന്ധമായിട്ടും കാണണം. കാരണം 2 ദിവസത്തേക്കുള്ളൂ 3 ദിവസത്തേക്കുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും അതിൽ എക്സ്പയറി ഡേറ്റ് നിർബന്ധമായിട്ടും വേണം. എക്സ്പയറി ഡേറ്റിന് ശേഷം അവിടെ നിന്ന് വാങ്ങിക്കുന്ന ഒരാൾക്ക് അത് കഴിച്ചത് മൂലം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടായിരിക്കണം. ഇത് വ്യാപാരം ചെയ്യുന്നവരൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വർഷം അവിടെ വായിൽ നിന്നൊക്കെ പുക വരുന്ന തരത്തിലുള്ള ലിക്വിഡ് നൈട്രജൻ പോലുള്ള കെമിക്കൽസിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള മിഠായികൾ അവിടെ വിതരണത്തിനുണ്ടായിരുന്നു. അത്തരം ഭക്ഷ്യവസ്തുക്കൾ അവിടെ ഒരു കാരണവശാലും വിൽക്കാൻ സമ്മതിക്കുന്നതല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലിക്വിഡ് നൈട്രജനിൽ നമ്മുടെ കേന്ദ്ര ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ തന്നെ ഒരു നിർദ്ദേശമുണ്ട്. ലിക്വിഡ് നൈട്രജൻ ഡയറക്റ്റ് ഫുഡ് കൺസംഷനിലുള്ള ഒരു ഭക്ഷ്യവസ്തുവിൽ അത് ഡിപ്പ് ചെയ്യരുതെന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ലിക്വിഡ് നൈട്രജനിൽ മുക്കിയിട്ടുള്ള വേഫറുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒന്നും അവിടെ അനുവദിക്കുന്നതല്ല. ശീതളപാനീയങ്ങൾ ഒക്കെ അവിടെ നൽകുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളം കുടിവെള്ളത്തിൻ്റെ അതേ സ്റ്റാൻഡേർഡ്സ് ഉള്ള വെള്ളമാണെന്നും അതിൽ വേറെ പ്രത്യേകിച്ച് മൈക്രോബയോളജിക്കലായിട്ടോ കെമിക്കലായിട്ടോ ഇഷ്യൂ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഐസ് ഉപയോഗിക്കുന്നവർ ഭക്ഷ്യ ഉപയോഗത്തിനുള്ള ഐസ് തന്നെയാണ്, ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള ഐസ് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. മീനിലോ മറ്റ് ഭക്ഷ്യവസ്തുക്കളിലോ ഇടുന്ന ഐസ് കൊണ്ട് അവിടെ ശീതളപാനീയങ്ങളോ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസിലോ ഇടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഐസ്ക്രീം പോലത്തെ ഭക്ഷ്യവസ്തുക്കളൊക്കെ വിൽക്കുന്നവർ കൃത്യമായിട്ടുള്ള ടെമ്പറേച്ചർ, അതായത് ഫ്രീസറിൽ വേണ്ടത്ര ടെമ്പറേച്ചറുള്ള ഫ്രീസറിൽ തന്നെ വെക്കുക. പാല് പോലത്തെ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ചായയോ അതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യുന്നവർ യൂസ് ബൈ ഡേറ്റിൻ്റെ അകത്തുള്ള പാല് തന്നെയാണെന്നും അതിൻ്റെ യൂസ് ബൈ ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നുകൂടി ഉറപ്പുവരുത്തി വേണം ചെയ്യാനായിട്ട്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമായിട്ടും എല്ലാവരും പാലിക്കേണ്ടതാണ്. ഇന്ന് മുതൽ അവിടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ സഹായത്തോടുകൂടി എല്ലാ സ്റ്റോളുകളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളെടുത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ടെസ്റ്റ് ചെയ്യുന്നതാണ്. വല്ല നിയമ ലംഘനങ്ങളും കാണുകയാണെങ്കിൽ കർശന നടപടികൾ തന്നെ തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ മാഡം പ്രധാനമായും ചില നിർദ്ദേശങ്ങൾ നൽകിയല്ലോ. ഇവ ലംഘിക്കപ്പെടുമ്പോഴുള്ള കുറ്റകൃത്യങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശിക്ഷയുടെ ഒരു അളവും അങ്ങനെയുള്ള. അപ്പോൾ കഴിഞ്ഞ വർഷം ആ ചോക്ക് മിഠായിയുടെ കേസാണെങ്കിൽ അത് കോടതിയിൽ കേസ് ഫയലായിട്ടുണ്ട്. അത് ജയിൽ ശിക്ഷ, തടവ് ശിക്ഷയും പിഴയും വരുന്ന ഒരു നിയമ നടപടിയാണ്.
കോടതിയിൽ നിന്നായിരിക്കും എത്രയാണ് അതിൻ്റെ ഫൈനെന്നും അതിൻ്റെ ശിക്ഷാ നടപടി എങ്ങനെയുള്ളത് കോടതിയിൽ നിന്നാണ് ഈ ഉത്തരവ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മനുഷ്യ ശരീരത്തിന് ഹാനികരമല്ലാത്ത രീതിക്കും എന്നാൽ നിയമലംഘനവും ആണെങ്കിൽ അതിന് പിഴയാണ് ഉണ്ടായിരിക്കുക. ലൈസൻസ് എടുക്കാത്തതിന് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം മാക്സിമം 10 ലക്ഷം രൂപ വരെയാണ് അപ്പർ ലിമിറ്റ് ഫൈൻ പറയുന്നത്. എന്നാൽ പോലും ഇപ്പോൾ ഞാൻ നിർദ്ദേശം ഒരാഴ്ച മുമ്പ് തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു, എല്ലാ സ്റ്റോളുകൾക്കും തന്നെ അറിയാം. അപ്പോൾ ലൈസൻസ് എടുത്തില്ലെങ്കിൽ ഈ ലൈസൻസ് എടുക്കാതെ അവിടെ ഇട്ടിരിക്കുന്ന സ്റ്റോളുകൾക്കൊക്കെ ഫൈൻ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐസൊക്കെ ഉപയോഗിക്കുമ്പോൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക, അത് നിങ്ങൾ വാങ്ങിക്കുന്ന സ്ഥാപനത്തിനോട് ചോദിക്കുക, ഇത് ഫുഡ് ഐറ്റമിൽ ഇടാൻ പറ്റുന്ന ഐസ് അല്ലേ എന്നുള്ളത്. ഇതിനൊക്കെ കേസ് ഫയൽ ചെയ്യുന്നതാണ് നമ്മൾ. അതുപോലെ തന്നെ പാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാൽ എനിക്ക് എവിടെ നിന്നും ലഭിക്കരുത്. പൊടി അടിക്കുന്ന നിലയിൽ ഒരു ഫുഡ് ഐറ്റമോ സ്വീറ്റ്സ് ആണ് എസ്പെഷ്യലി വെക്കുന്നത്. റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് സ്റ്റോൾസ് ഉള്ളത്. ബസ്സുകളും പല വണ്ടികളും പോകുന്നത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു മറ വെക്കുക. ഡയറക്റ്റ് പൊടി വന്ന് തട്ടുന്നില്ല എന്ന രീതിക്കൊക്കെ അറിയാം, എല്ലാവർക്കും കച്ചവടം നടത്തണം. പക്ഷേ കച്ചവടം നടത്തുമ്പോൾ ശരിയായ രീതിക്കും അത് ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുക. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ. നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ, കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300 031.